20 രൂപയുടെ കുപ്പി വെള്ളത്തിന് 12 രൂപ. വെറും 12 രൂപ. ഇത് 10 രൂപയുടെ കുപ്പി വെള്ളത്തിന് വെറും 6 രൂപയേ ഉള്ളൂ. കാരണം വലിയ വലിയ ബേക്കറി പോലും ആ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കണം. 20 രൂപ കൊടുക്കണം. ഇത് 12 രൂപ കൊടുത്താൽ നമ്മുടെ ഈ കൊച്ചു കടയിൽ വെറും 12 രൂപയുള്ളൂ. ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലെ കടയാണ്, ഓട്ടോക്കാരുടെ കടയാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് സാധനവും വന്നെടുക്കാം. അതിന്റെ പൈസ ഇവിടെ കാണുന്ന വഞ്ചിയിലേക്ക് മാത്രം നിക്ഷേപിച്ചാൽ മതി. ഇവിടെ വന്ന് സാധനം മേടിച്ച ഒരു പഴം ഫ്രീ ആണ് കേട്ടോ. അതല്ല, ഇതൊരു വെയിറ്റ് ഷെഡാണ്. ബസ് കയറാൻ ഇരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ഇരുന്നാലും നിങ്ങൾക്ക് പഴം ഇരിഞ്ഞ് കഴിക്കാം. ഒന്ന് ആലോചിച്ച്, ഇങ്ങനൊരു കട എവിടെയെങ്കിലും ഉണ്ടോ? ഇതാണ് വെറൈറ്റി കട, നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുടെ വെറൈറ്റി കട. ഇതിലെ ചേട്ടന്മാരുടെ മനസ്സ് അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കട കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ മുതലാളിയില്ല, അതാണ് ഈ കടയുടെ പ്രത്യേകത. നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര, വെട്ടിക്കവല, ചിരട്ടക്കുളം എന്ന് പറഞ്ഞ പ്രദേശമാണ് കേട്ടോ. ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാർ ചേർന്ന് തുടങ്ങിയ ഒരു ന്യായവില കടയാണ് കേട്ടോ. ഇവിടെ പണപ്പെട്ടിയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് വരാം, ഇഷ്ടമുള്ള സാധനം എടുക്കാം. ഇവിടെ ഒരു വഞ്ചിപ്പെട്ടി വെച്ചിട്ടുണ്ട്, ആ വഞ്ചിപ്പെട്ടിയിൽ നിക്ഷേപിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനി പൈസ കുറവാണോ, നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോയാൽ മതി. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സാധനം മേടിക്കുന്നവർക്ക് ഒരു പഴം ഫ്രീ ആണ് കേട്ടോ. അവർക്ക് പഴം ഇരിഞ്ഞ് നിന്നിട്ട് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള കട വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതിലേറെ പ്രത്യേകത, എവിടെ നോക്കിയാലും ഒരു കുപ്പി വെള്ളത്തിന് നമ്മൾ 20 രൂപ കൊടുക്കണം. ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് വെറും 12 രൂപ. അണ്ണാ, ആർക്ക് വേണമെങ്കിലും സാധനം എടുത്തോണ്ട് പോവാം. ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോവാം. ഇതാണ്ട് ഇവിടെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. ഈ വഞ്ചിക്കകത്ത് പൈസ ഇട്ടാൽ മതി. ഞങ്ങൾ ഫസ്റ്റിലെ അവിടെ ആയിരുന്നു ആട്ടോ ഓടിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങൾ അസൗകര്യം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ഇവിടെ എല്ലാം നിരന്ന് കിടക്കുവാണ്. 20 രൂപയുടെ കുപ്പി വെള്ളത്തിന് 12 രൂപ. വെറും 12 രൂപ. പിന്നെ ഇത് 10 രൂപയുടെ കുപ്പി വെള്ളത്തിന് വെറും 6 രൂപയേ ഉള്ളൂ. കാരണം വലിയ വലിയ ബേക്കറി പോലും ആ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ 20 രൂപ കൊടുക്കണം. ഇത് 12 രൂപ കൊടുത്താൽ നമ്മുടെ ഈ കൊച്ചു കടയിൽ വെറും 12 രൂപ ഉള്ളൂ. മറ്റേ വെള്ളത്തിന് 6 രൂപയുള്ളൂ. 6 രൂപയുള്ളൂ. പൈസ അതാണ്ട് ഈ വഞ്ചി ഉണ്ട്, ഈ വഞ്ചിക്കകത്ത് ഇട്ടിരുന്നാൽ മതി. ഇവിടെ മുതലാളി ഇല്ലാത്ത കടയാണ്. ഈ മുതലാളി ഇല്ല ഈ കടയില്? ഈ കട മുതലാളി ഇല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, വരുന്ന കസ്റ്റമറിന് ഇവിടെ പഴം ഫ്രീ ഉണ്ട്. ഇവിടെ ഇവിടുന്ന് എന്ത് സാധനം എടുത്താലും അവിടെ ഇപ്പൊ വെറുതെ ബസ് കയറാൻ വന്നിരുന്നാലും പോലും അവിടെ പഴം കെട്ടിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഇരിഞ്ഞ് തിന്നെ. ഇതാണ് നമ്മുടെ ഓട്ടോ ടാക്സി ന്യായവില ഷോപ്പ് ഇല്ലയോ? ഇങ്ങനൊരു കട അപൂർവല്ലേ? അപൂർവമാണ്. എന്താ കേട്ടോ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാൻ കാരണം? ഇതിപ്പോ ഞങ്ങളിപ്പോ എല്ലാം കൂടെ ഇവിടെ വരിക്കന് കിടക്കുമല്ലോ. അപ്പൊ ഒരു അല്ല, ഞങ്ങൾക്കും വെള്ളം കുടിക്കണം. അതെ. നാരങ്ങവെള്ളം 10 രൂപയുള്ളൂ. നാരങ്ങവെള്ളം 10 രൂപയുള്ളൂ. നാരങ്ങവെള്ളം 10 രൂപയുള്ളൂ. അതാണ് അത് സ്വന്തമായിട്ട് പിഴിഞ്ഞു കുടിച്ചോണം. പഞ്ചസാര, ഉപ്പ് എല്ലാം ഇരിപ്പുണ്ട്. 10 രൂപ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ പുറത്ത് മേടിക്കുവാണെങ്കിൽ 15 രൂപ കൊടുക്കണം. ഈ കടയ്ക്ക് മുതലാളിയില്ല മുതലാളിയില്ല കട. മുതലാളിയില്ല കട ഇല്ല. അപ്പൊ ഒരു കൂട്ടം ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരാണ് ഇതിന്റെ മുതലാളിമാര്. നമുക്ക് എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെ സാധനം കേട്ടോ നമുക്ക് കടയിലുള്ളേ? എല്ലാ സാധനവും ഉണ്ട്. ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത്. സോപ്പ്, ചീപ്പ്, കണ്ണാടി, ജ്യൂസ്, കപ്പലണ്ടി മിഠായി. 10 രൂപയുടെ വെള്ളം ഇത് 8 രൂപയുള്ളൂ. 8 രൂപയുള്ളൂ. പുറത്ത് 10 കൊടുക്കണം. 8 രൂപയുള്ളൂ. ലാഭം എടുക്കുന്നില്ല. ഇല്ല. താണ്ടെ ഇതും 10 രൂപയുടെ വെള്ളമാണ്. ഇത് 8 രൂപയുള്ളൂ. നമ്മൾ പുറത്ത് മേടിക്കുന്ന ഇത് 10 രൂപയാണ്. ഇത് ഇവിടെ നമുക്ക് 8 രൂപയ്ക്ക് കൊടുക്കുന്നു. നമുക്ക് കൊള്ളലാഭം വേണ്ട. ഇല്ല. ഇതും 8 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. എല്ലാത്തിനും വില കുറവ്. എല്ലാ സാധനത്തിനും വില കുറവ്. എന്നിട്ടും ലാഭമുണ്ട്. ഒരുപാട് ഐറ്റം മിഠായികളുണ്ട്. കോൾഗേറ്റ് ഉണ്ട്, പശയുണ്ട്, സോപ്പുണ്ട്, ബാറ്ററി ഉണ്ട്, പേനയുണ്ട്, എന്ന് വേണ്ട ബ്രഷ് ഉണ്ട്. നമുക്ക് വേണ്ട ഒരു കുഞ്ഞ് സ്റ്റേഷനറി കട വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നാരങ്ങ വെള്ളത്തിന് വെറും 10 രൂപയുള്ളൂ ഇല്ലേ? പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് പിഴിഞ്ഞു കുടിക്കണം. അല്ല, ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പിഴിഞ്ഞു കൊടുക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സാധനം മേടിക്കുന്നവർക്ക് പഴം ഫ്രീ ആണ് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ പഴക്കൊല കണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പഴം കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഇവിടെ ബസ് കയറാൻ വന്നിരിക്കുന്നവർക്ക് ഇരിഞ്ഞ് കഴിക്കാം. ഇങ്ങനെ കഴിക്കാം. ആരും പൈസ ചോദിക്കത്ത് പോലും ഇല്ല. ഇത് ബസ് സ്റ്റോപ്പ് ആണ്. ഇത് ബസ് സ്റ്റോപ്പായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങാനെ കൊണ്ടുള്ള ഒരു ആശയം ഞങ്ങൾക്ക് വന്നത്. ഇപ്പൊ ഇതിപ്പോ തീരുമ്പോഴത്തേന് ഇത് പഴുത്ത് വരും. ഇത് തീരുമ്പോഴേ ഞങ്ങൾ വേറെ അടുത്ത കൊല്ലം കൊണ്ടുവരും ഞങ്ങൾ. ഇതിലെ ചേട്ടന്മാരുടെ മനസ്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരടുത്ത് പറയും പഴം നിങ്ങൾ ഇരിഞ്ഞ് കഴിക്കും, പൈസ കൊടുക്കണ്ട എന്ന് ഞങ്ങൾ പറയില്ല. കേരളത്തിലെ എല്ലാ സ്റ്റാൻഡുകളിലും ഇങ്ങനെ ഒരു കട തുടങ്ങട്ടെ. നല്ല കച്ചവടവും കാര്യങ്ങളോട് ഒരുപാട് പേര് ഇറങ്ങി സാധനങ്ങൾ എടുത്ത് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നവരുണ്ട്. അവർ പൈസ വഞ്ചിയിലിടുകയാണ്. ചേട്ടാ, ഇതാണ് നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്? ഓട്ടോ സ്റ്റാൻഡ് ഇതാണ്. ഇവിടുന്ന് പുറകോട്ട് വരിയായിട്ട് അങ്ങിടും. കട അവിടെ, വെയിറ്റ് ഷെഡ് അവിടെ, കാര്യങ്ങളൊക്കെ. നമ്മുടെ വെട്ടിക്കവല ചട്ടക്കോണം. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. പൊളിക്കട. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ചേട്ടാ, ഇങ്ങനെ ഒരു കടയെ കുറിച്ച് എന്താ പറയാനുള്ളത്?